ഹലോ ഫ്രണ്ട്സ്, ടെക് കോർണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ്. ടെക് കോർണറിൽ ഇതൊരു റിവ്യൂ ചെയ്യാത്തൊരു പ്രോഡക്റ്റ് ആണ്. വലിയ ടെക് പ്രോഡക്റ്റ് ഒന്നല്ല റിവ്യൂ ചെയ്യാൻ പോണത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണ ഒരു എഗ് ബോയിലറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എഗ് ബോയിലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു എഗ് ബോയിലറിൻ്റെ റിവ്യൂ, നമുക്ക് നോർമലി ചെയ്യണ പോലെ ചെയ്താൽ പോരെ, എഗ് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുക എന്ന് പറയുന്നത് നോർമലി ചെയ്യണ പോലെ ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇതിന് കുറച്ച് ഇതിൻ്റേതായ സവിശേഷതകളുണ്ട് ഈ പ്രോഡക്റ്റ്. ഞാൻ മെയിൻലി ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ, നമുക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണം, ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് മുട്ട പുഴുങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര എന്താ പറയുക, ഉപകാരപ്പെടുന്ന കാര്യം. അത് മുട്ട പുഴുങ്ങാൻ മാത്രമല്ല, ഇതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്, ഇതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ പേഴ്സണലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് അങ്ങനെ അത്ര കാര്യമില്ല, എന്നാലും കുറച്ചറിയാം, എന്നാലും അത്ര കാര്യങ്ങൾ അറിയാമുള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ എന്ന് വെച്ചാൽ പാകമാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യങ്ങൾ, അല്ലേ? എന്ന് വെച്ചാൽ ഓവർ കുക്കായി പോയാൽ അത് പ്രശ്നമാണ്, അണ്ടർ കുക്ക്ഡ് ആയി പോയാൽ അതും പ്രശ്നമാണ്. കറക്റ്റ് പാകം പെട്ടണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് 7 മുട്ട വരെ, ഈ മോഡലിൽ നമുക്ക് 7 മുട്ട അല്ലെങ്കിൽ ഒരു മുട്ട അല്ലെങ്കിൽ 7 മുട്ട വരെ നമുക്ക് ഇതിൽ പുഴുങ്ങിയെടുക്കാം. അതും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കറക്റ്റ് മുട്ട പുഴുങ്ങിയെടുക്കണം, കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റിയ പാകത്തിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കും 10 മിനിറ്റിനുള്ളിൽ പുഴുങ്ങിയെടുക്കാൻ അറിഞ്ഞിരുന്നാൽ പോലെ, 10 മിനിറ്റ് നോക്കിയാൽ പോലെ, സാധാരണ പുഴുങ്ങണ പോലെ നമ്മൾ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമ്മൾ പുഴുങ്ങിയാൽ പോലെ ഇരിക്കും. പക്ഷേ അതുപോലെയല്ല, നമ്മളെങ്ങാനും മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, 10 മിനിറ്റ് കറക്റ്റ് നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ കട്ട് ഓഫ് ആവുമെന്ന് വെച്ചാൽ അതേ സ്വാഭാവികമായിട്ടും കറണ്ട് കട്ടാവും. അതിൻ്റെ അകത്തേക്ക് വന്ന കറണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഇതിൻ്റെ മെറ്റീരിയലിൽ സ്വാഭാവികമായിട്ടും ബോയിലിൽ നിൽക്കും. കറക്റ്റ് പുഴുങ്ങിയ ഭാഗത്തിന് നമുക്ക് മുട്ട കിട്ടും. അപ്പോൾ മുട്ട പുഴുങ്ങാൻ മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് പറ്റാം. ഇപ്പോൾ നമ്മളൊരു പപ്സ് വാങ്ങി പപ്സും തണുത്തുപോയി. അപ്പോൾ നമുക്ക് പപ്സും ചൂടാക്കിയെടുക്കാം. ഒന്ന് ബുൾസൈ അടിക്കണം, ഒന്ന് ഓംലെറ്റ് അടിക്കാം. സോ ഇത്രയും പ്രത്യേകതകൾ നമുക്ക് ഇപ്പോൾ ഒറ്റ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മുട്ട പുഴുങ്ങാൻ മാത്രമല്ല ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻലി ഹോസ്റ്റലേഴ്സ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ, പെട്ടെന്നൊന്ന് മുട്ട പുഴുങ്ങിയെടുക്കണം അല്ലെങ്കിൽ ഇതിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞൊരു പപ്സോ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീർക്കണം ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അൺബോക്സിങ് കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതായത് ഫ്രണ്ടിൽ തന്നെ കുക്കറിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കളറ്, പ്രൊഡക്റ്റിൻ്റെ മോഡൽ നെയിം എന്താ, അതിൽ എത്ര മുട്ട വരെ നമുക്ക് പുഴുങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യെല്ലോ ആണ് ഇതിൻ്റെ കളർ വന്നത്. പൊട്ട കളറായി പോയി, എനിക്കിഷ്ടമുള്ള കളർ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, ഇതിൻ്റെ മോഡൽ നെയിമാണ് YS203 അവിടെ ടിക്ക് ചെയ്തേക്കുന്നത്. 220 വോൾട്ട് 50 ഹെർട്സ് ആണ് ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി കണ്ട 1 to 7 eggs വരെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ തന്നെ 14 egg വരെയുള്ള പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന മോഡലുകൾ ഉണ്ട്. അതിൻ്റെ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ സ്നാപ്ഡീലിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. സ്നാപ്ഡീലിൽ നിന്ന് ഒരു ഓഫർ പ്രൈസിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. എല്ലാവരും സ്നാപ്ഡീലിൽ നിന്ന് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോട്ടോ. കാരണം നമ്മുടെ മിക്ക സാധനങ്ങളും അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പർപ്പസിനുള്ളതാണെങ്കിലും, നമുക്കിപ്പോൾ ഇപ്പോൾ മാസ്കുകളായാലും കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ഭയങ്കര റേറ്റ് കുറവിൽ, ഭയങ്കര ഡിസ്കൗണ്ടിൽ ഉള്ള പ്രോഡക്റ്റിൽ തന്നെ 100-200 രൂപ വരെ എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കൂപ്പണുകളുള്ള ഒരു വെബ്സൈറ്റായിട്ട് മാറിയിട്ടുണ്ട് സ്നാപ്ഡീൽ എന്ന് പറയുന്നത്. ഭയങ്കര റേറ്റ് കുറവിൽ ഞങ്ങളിത് വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 450 രൂപ റേഞ്ചിലൊക്കെ ഞങ്ങളിത് വാങ്ങിയപ്പോൾ. അതിൽ കൂടുതലാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ, അപ്പോൾ അത് ആ മോഡൽ, പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് പെട്ടിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അത് വാട്ടർ കപ്പ് ഉണ്ടാവും. ഇതിലാണ് നമ്മൾ വാട്ടർ നമുക്ക് അളന്നൊഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഫുൾ ഓരോ ലെവലുകളൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ ഈ എഗ് ഇടുന്ന റാക്കാണ്, ഇതൊരു പ്ലാസ്റ്റിക് റാക്കാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് കവറുണ്ട്, നമുക്ക് കാണാം. അതിൻ്റെ പുറത്ത് കവർ ചെയ്ത് വെക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റിംഗ് പ്ലേറ്റ്. ഈ ഹീറ്റിംഗ് പ്ലേറ്റിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മീതെ റാക്ക് വെച്ച് അതിൽ മുട്ട വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്നൊക്കെ പിന്നെ കാണിച്ചു തരാം. പിന്നെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഈ വാങ്ങിയേക്കുന്ന മോഡലാണ് ഈ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വേരിയേഷൻ, അത് 2 തട്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ നമുക്ക് പപ്സൊക്കെ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ എന്ത് സാധനങ്ങളൊന്ന് സ്റ്റീം ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു. കണ്ടോ, ഈ മോഡൽ, ഇതിൻ്റെ അടുത്ത മോഡൽ വന്നതിൽ നമുക്ക് എഗ് താഴെ പുഴുങ്ങാം. ഇവിടെ മോഡൽ എന്ന് പറഞ്ഞാൽ കപ്പ് കേക്കാണ് വെച്ചേക്കുന്നത്. സോ നമുക്ക് സ്റ്റീം ചെയ്യണമെങ്കിൽ, കപ്പ് കേക്ക് ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ മോഡലാണിത്. പിന്നെ വേറൊരു മോഡൽ, ഒരു വേരിയേഷനാണ്, നമ്മൾ കോഴിമുട്ടയാണല്ലോ പുഴുങ്ങുന്നത്. സോ കോഴിയുടെ ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ലിഡ് വന്നേക്കുന്നത്. അതൊക്കെയാണ് ഇവരുടെ ഇത്. എഗ് സ്റ്റീമർ എന്നതിൻ്റെ പേര്, വോൾട്ടേജ് റേറ്റിംഗ് കാര്യങ്ങൾ ഇതിലുണ്ട്. സോ മൈ ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് തോന്നുന്നു എഗ് കുക്കർ. അപ്പോൾ മൈ ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് എഗ് കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് കേസിങ്ങിലാണ് നമുക്ക് വന്നത്. ഇത് പൊക്കിയെടുക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. നമുക്ക് ആദ്യം കവർ ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് ബോയിലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഗ് കുക്കർ. അതാണ് നമ്മുടെ സാധനം, അല്ലെങ്കിൽ എഗ് സ്റ്റീമർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ലിഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ലിഡാണ്. അപ്പോൾ നമുക്ക് കണ്ട ഇവിടെ സ്റ്റീം ഹസാർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കറിയില്ല, ചൂടുവെള്ളം ഡയറക്റ്റ് കയ്യിൽ വീഴുന്നതിനേക്കാളും നല്ല പൊള്ളലായിരിക്കും സ്റ്റീം എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് അതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സ്റ്റീമൊന്നും ഡയറക്റ്റ് കയ്യിൽ കൊള്ളാത്ത രീതിയിൽ ചെയ്യാം. സ്റ്റീം ഹസാർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റീം ഒന്ന് പുറത്തോട്ട് പോകാനുള്ള ഹോൾസ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, കണ്ണും മുക്കും പോലെ ഇട്ട്. ഓക്കെ, ഇതാണ് സ്റ്റീൽ ലിഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ, അതായത് വെള്ളം ഒഴിക്കുന്ന നമ്മുടെ കപ്പ് എന്ന് പറയുന്നത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷ്മമൊക്കെ കാണാൻ പറ്റും. 10 ml തൊട്ട് 90 ml വരെയാണ് ഇതിൻ്റെ എന്താ പറയുക മാർക്കിംഗ് കൂടെ കിടക്കുന്നത്. സ്റ്റീം ബൺസ്, ഹാർഡ്, മീഡിയം അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റീം ബൺസ് നമ്മൾ മാക്സിമം ഫുൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ച് നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മുട്ട സാധാ നമ്മൾ പുഴുങ്ങിയെടുക്കണ പോലെ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു പകുതി വെള്ളത്തോളം നമ്മൾ വെച്ച് നമ്മൾ ഈ മുട്ട നമ്മൾ വാട്ടി കഴിക്കണവരുണ്ടാവും, ജസ്റ്റ് എടുത്ത് വാട്ടി കഴിക്കണവരുണ്ടാവും. അവർക്കൊക്കെ വേണമെങ്കിൽ പകുതി വരെ വെള്ളം ഒഴിച്ചാൽ മതി. അതിലും കുറച്ചും കൂടി താഴെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം ലെവലിലൊക്കെ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ സാധാരണ അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ഇത്രയും വെള്ളത്തിൽ ഈ കപ്പ് മുഴുവൻ അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കപ്പ് മുഴുവൻ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒഴിക്കണ എങ്ങനെയാണ് ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അതാണ് നമ്മുടെ കപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്രാക്ക് എന്ന് പറയുന്നത്, എഗ് ക്രാക്ക്. അപ്പോൾ എഗ് ക്രാക്കിൽ ഉണ്ട് ഇവിടെ ഒരു 7 ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ നടുക്കൊരു ഹോളുണ്ട്. ഈ 7 ഹോളുകളിലാണ് നമ്മുടെ മുട്ട ഇറക്കി വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും സ്റ്റീം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് ക്രാക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്ലേറ്റ്, അതായത് ഇവിടെയാണ് നമ്മുടെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഈ കപ്പിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റീൽ റാക്ക് വെച്ച് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് റാക്ക് വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അങ്ങനെ സംഭവം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ സ്റ്റീമർ, ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, എത്ര പവർ റേറ്റിംഗ്, ഇതിൻ്റെ കപ്പാസിറ്റി 1 to 7 എഗ്, അതായത് 7 എഗ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് എ ടൈം ഒരു ഒറ്റ മുട്ട വെച്ചാലും നമുക്ക് പുഴുങ്ങിയെടുക്കാം. വേറെ അതിൻ്റെ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നുമില്ല. ജസ്റ്റ് ഒരു മുട്ടയാണെങ്കിൽ ഒരു മുട്ട വെച്ചാലും നമുക്ക് 10 മിനിറ്റിനുള്ളിൽ മുട്ട ഫുള്ള് നല്ലോണം പുഴുങ്ങി കിട്ടും. നമ്മുടെ സ്വിച്ചാണ്, ലൈറ്റൊക്കെ ഉള്ള സ്വിച്ചാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ പവർ കേബിൾ. ഇത്രയാണ് നമ്മുടെ എഗ് സ്റ്റീമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്പനി പറഞ്ഞ പോലെ 10 മിനിറ്റിനുള്ള ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റീമർ എടുത്ത് നമ്മൾ പ്ലഗിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7 മുട്ട എടുത്തിട്ടുണ്ട്, നമ്മൾ 7 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ കപ്പിൽ നമ്മൾ ലെവൽ നോക്കിയില്ല, ഫുൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വെള്ളം എടുത്ത് നമ്മൾ ഇതിൻ്റെ ഈ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റാക്ക് വയ്ക്കുക. റാക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി, ഇരുന്നോളും. ഇനി നമ്മുടെ മുട്ടകൾ ഓരോന്ന് 7 എണ്ണം ഈ ഹോളുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 7 മുട്ടകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലിഡ് വെച്ച് അടയ്ക്കുകയാണ്. ഓക്കെ, ലിഡ് അങ്ങനെ പക്ക ടൈറ്റ് ആയിട്ടിരിക്കണമെന്നില്ല. ലിഡ് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. പക്ക ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഓണാക്കാം. ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. സ്റ്റീം ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവാൻ നോക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, സ്റ്റോണൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ഓഫ് ആയി മുട്ട കറക്റ്റായി പുഴുങ്ങി കിട്ടണം. അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മൾ നോക്കാൻ പോകണം. അങ്ങനെയാണോ നമ്മൾ കമ്പനി പറയണ പോലെ 10 മിനിറ്റിനുള്ളിൽ കട്ട് ഓഫ് ആവുമോ നമ്മൾ നോക്കാൻ പോവാണ്. നമുക്ക് പ്ലഗ് ഓൺ ആക്കി നമുക്ക് ഇനി ഇവിടെ ഓണാക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഓണാക്കി കഴിഞ്ഞ് വെള്ളം തിളച്ച് കഴിഞ്ഞ് 10 മിനിറ്റാണ് കമ്പനി പറയുന്നത്. അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ട് 10 മിനിറ്റ് ആകുമ്പോഴാണ് ഇത് മുട്ട കറക്റ്റായി പുഴുങ്ങി ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന കമ്പനി പറയുന്നത്. നമുക്ക് അങ്ങനെ വരുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, എന്താ വേണ്ട മുട്ട തോട് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പുഴുങ്ങിയ ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും എടുത്തൊന്ന് വെള്ളത്തിൽ കുറച്ച് ഇടാം. കാരണം മുട്ടത്തോട് പൊളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കയറി പിടിച്ചാൽ കൈ പൊള്ളിപ്പോവും. നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിലേക്ക് എടുത്തിടാം, എന്നിട്ട് എടുത്ത് പൊളിച്ച് കാണിച്ചാൽ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് തണുപ്പിച്ച് നമ്മുടെ മുട്ടകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നോക്കുകയാണെങ്കിൽ ഇതിലൊന്ന് ക്രാക്ക് ഉണ്ട്. തോടിന് കട്ടിയില്ലാത്തതുകൊണ്ടാണ് ഈ മുട്ടയുടെ തോടിന് ക്രാക്ക് വീണത്. പക്ഷേ ഇത് മുട്ട പൊട്ടി ഒഴുകിയിട്ടൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കമ്പനി തന്നെ നമ്മളോട് കാര്യം പറയുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് നമ്മൾ ഈ മുട്ട പുഴുങ്ങി ഇതാക്കുമ്പോഴേക്കും നമ്മൾ മുട്ട പൊട്ടി അകത്ത് ഒഴുകി വരും, പുറത്തേക്ക് ഒഴുകി വരും. അപ്പോൾ നമുക്ക് പിന്നെ മുട്ട ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് പുഴുങ്ങാൻ വെക്കുന്നതിന് മുന്നേ മുട്ടയുടെ തോടിൻ്റെ പുറത്ത് ഈ കമ്പനിയുടെ ഈ കപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളം കൊടുക്കുന്ന കപ്പ്, അതിൻ്റെ ഇവിടെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ കൂർത്ത ഭാഗത്ത് ആ പോയിന്റ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ തോടൊന്ന് പൊട്ടും, ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ പുഴുങ്ങുന്ന സമയത്ത് പ്രഷർ അകത്ത് ബിൽഡായി പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ മുട്ട പൊട്ടി ഒഴുകാതിരിക്കാൻ സഹായിക്കും. ഇതിപ്പോൾ പൊട്ടിയേക്കുന്നത് ആ ഒരു തോടിന് കട്ടില്ലാത്തതുകൊണ്ടാണ്. ബാക്കി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ആദ്യം ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് നോക്കാം. സ്മൂത്തായിട്ട് പൊട്ടി വരുന്നുണ്ട്. പിന്നെ നഖമൊക്കെ കൊണ്ട് കുറച്ച് ഭാഗമൊക്കെ പോയിട്ടുണ്ട്, എന്നാലും മുട്ട നല്ല സ്മൂത്തായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം തന്നെ നല്ലോണം
പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്താ അവസ്ഥ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മുട്ടയുടെ തോടിലൊരു ഹോൾ ഇടുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളിവിടെ അത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കുറച്ച് തവണ ചെയ്ത് നോക്കിയിട്ടായാലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. ചെയ്ത് നോക്കണം നിർബന്ധമില്ല, കമ്പനി ഒരു ഓപ്ഷൻ ആയിട്ട് പറഞ്ഞേക്കണുള്ളൂ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അത് കറക്റ്റ് പെർഫെക്ഷനിൽ തന്നെ സാധനം കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ മുറിച്ച് നോക്കാം. അതെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മുട്ട കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല പുഴുങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3 തവണ ഞങ്ങൾ ഇതിപ്പോൾ പുഴുങ്ങി നോക്കി. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിനും നല്ല പെർഫെക്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. ഓവർ കുക്ക് ആയിട്ടില്ല, വേറെ പൊട്ടലും പുഴുകി പോകുക അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. മുട്ടത്തോടൊക്കെ നല്ല സിമ്പിളായിട്ട് പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഡേ ടു ഡേ ലൈഫിലായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹോസ്റ്റലേഴ്സ് ആയാലും ബാച്ചിലേഴ്സ് ആയാലും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കായാലും അതല്ല, നമ്മൾ വീടുകളിലായാലും നമ്മളിപ്പോൾ പെട്ടെന്ന് വേഗം ജോലിക്കൊക്കെ പോകാൻ തിരക്കുള്ളവരൊക്കെ ആണെങ്കിലും കാലത്ത് മുട്ട പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് കൊടുത്താൽ നമ്മൾ അതിൻ്റെ സൈഡിൽ പോയി നിൽക്കണം. നമ്മൾ സാധാരണ സ്റ്റൗവിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കറക്റ്റ് പാകം നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാറ്. ഇതൊന്നും വേണ്ട, ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ കട്ട് ഓഫ് ആയിക്കോളും. അതുകൊണ്ട് ഓവർ കുക്ക് ആവും, മുട്ട ചീത്തയായി പോകും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ സ്റ്റീൽ പ്ലേറ്റ് ആ ഭാഗത്ത് ഒരു കറ വരും. അതൊന്ന് വെള്ളം മുക്കി തുണിയിൽ മുക്കി തുടച്ചെടുത്താൽ മതി. ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിയരുത്. അത് ഇലക്ട്രിക് ഡിവൈസ് ആണ്, സോ വെള്ളം ഡയറക്റ്റ് ഒരിക്കലും ഒഴിക്കരുത് ഇതിലേക്ക്. നല്ലോണം കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക. കാരണം ഒട്ടുമിക്ക നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മുട്ട ഉണ്ടാക്കണം, മുട്ടക്കറി ഉണ്ടാക്കണം, മുട്ട പുഴുങ്ങണവരൊക്കെയാണ്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. 10 മിനിറ്റിൽ ഇത്രയും മുട്ടകൾ ഒരുമിച്ച് 7 മുട്ടകൾ ഒരുമിച്ച് പുഴുങ്ങിയെടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. നല്ല പെർഫെക്റ്റ് കുക്കിങ്ങിലും കിട്ടാന്നുള്ളത് മെയിൻ കാര്യമാണ്. സോ നമുക്ക് അതെല്ലാം പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ പറയില്ലേ 3 തവണ കൂടുതൽ ഞങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് 3ാമത്തെ തവണയാണ്. സോ അപ്പോൾ അത്രയും ചെയ്തപ്പോഴും എല്ലാം പെർഫെക്റ്റ് റിസൾട്ട് തന്നെയാണ് ഞങ്ങൾ കിട്ടിയേക്കുന്നത്. ഓവറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ സ്നാപ്ഡീലിൽ തന്നെ വാങ്ങാം. സ്നാപ്ഡീൽ ഞങ്ങൾക്ക് പൈസ നല്ല കേട്ടോ ഇങ്ങനെ പ്രൊമോഷൻ പറഞ്ഞത്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം അത്രയും ഡിസ്കൗണ്ടുകൾ നമുക്ക് ഓൾറെഡി ഉള്ള പൈസയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഡിസ്കൗണ്ടുകൾ പിന്നെയും ചെക്കൗട്ട് പേജിൽ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ സ്നാപ്ഡീൽ പറ്റുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡീലിൽ ഞങ്ങൾ ലിങ്ക് തന്നെ ഇടാം. ആമസോണിൽ എല്ലായിടത്തും പ്രോഡക്റ്റ് അവൈലബിൾ, അതിൻ്റെ വലിയ സൈസിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഞങ്ങൾ റിവ്യൂ ചെയ്യണം, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകളുടെ ലിങ്കോ പേരോ ഫോട്ടോ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞങ്ങളത് വാങ്ങി നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്ത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, കയറി കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.